ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ നാട്ടിലെല്ലായിടത്തും മഴയായിരിക്കേണ്ടത് ഞങ്ങളിങ്ങനെ എല്ലാം നനച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ ഇടുക്കിക്കാർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് മഴയൊന്നും കിട്ടിയിട്ടില്ല. ചെറിയ രീതിയിൽ 2 ആഴ്ച മുന്നേ ഒരു മഴ കിട്ടിയുള്ളൂ. അപ്പോൾ നല്ല ചൂടും നല്ല വെയിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെ പയറൊക്കെ നന്നായിട്ട് കായ്ച്ചു കിടക്കുമ്പോൾ വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമം കേട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ പച്ചക്കറിത്തോട്ടമൊക്കെ പോവാണ്ടൊന്ന് എടുക്കണമല്ലോ. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് വീട്ടിൽ പോയപ്പോയിരുന്നു. അവിടെ നാട്ടിൽ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന വഴിയെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കൊടുത്തു. അത് കഴിഞ്ഞിപ്പോൾ ഈവനിങ്ങിലൊന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണേ. അപ്പം നമ്മുടെ പയറൊക്കെ നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കായ്ച്ചുണ്ട് കേട്ടോ, പറിക്കാനുണ്ട്. അത് പറിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇടുക്കിക്കാരുടെ അവസ്ഥ. ഏറ്റവും മഴ കിട്ടുന്ന പ്രദേശമാണ് ഇടുക്കി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. കാടുള്ള പ്രദേശത്തൊക്കെ നന്നായിട്ട് മഴയുണ്ടാവും എന്നൊക്കെ അതൊക്കെ പറച്ചിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അതൊക്കെ നേരെ തിരിഞ്ഞു. ഇപ്പം നാട്ടിലെന്നും മഴയൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് അങ്ങനെ നല്ല മഴ കിട്ടിയിട്ടില്ല. നല്ല മഴയല്ല, ഇന്നൊക്കെ എന്നും മഴക്കാറ് വെച്ച് കയറുന്നുണ്ട്. പക്ഷെ മഴ പെയ്യുന്നില്ല. മഴയത്തും കാറ്റത്തും കഴിഞ്ഞ ദിവസം ഇടി വെട്ടി മലപ്പുറത്ത് 4 പിള്ളേരെ വളരെ ദയനീയമായ അവസ്ഥ അല്ലേ, എന്ത് പറയാനായി ശോണി. ഒക്കെ കാറ്റിലൊക്കെ കഴിഞ്ഞ ദിവസം കോതാങ്കലം ഏരിയയൊക്കെ ഇന്നലെയൊക്കെ മിനിഞ്ഞാന്നത്തെ കാറ്റിലും മഴയിലൊക്കെ വളരെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. എല്ലായിടത്തേക്കും നല്ല മഴയും കാറ്റും, നമ്മുടെ നാട്ടിലേക്ക് നല്ല കാറ്റും ഇടിയും മഴയും ഒക്കെ ഉണ്ട്. അപ്പം നനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പയറൊക്കെ പറിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. എന്താ ചെയ്യണ്ടേ? എന്നാ കൊച്ചു പിടിച്ചോ. എന്നാ പൊന്നൂസ പയറ് പിടിച്ചോ. പൊന്നൂന് വിളവെടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നമ്മൾ പയറൊക്കെ പറിച്ചിട്ട് കുറേ ആയായിരുന്നു. വീട്ടിൽ പോയോണ്ടേ കുറച്ച് ദിവസം പറിക്കാൻ തരുന്നോണ്ട് അങ്ങനെയൊക്കെ ആയി. നമുക്കിങ്ങനെ നമ്മുടെ തോട്ടത്തിലെ പറിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് ഈ കൊടും വേനൽക്ക് എല്ലായിടത്തേക്കും മഴ പെയ്യുമ്പോഴും നമ്മുടെ അടുത്തേക്ക് മഴ കിട്ടിയിട്ടില്ല. അന്നേരേ കത്തി എടുത്തിട്ടില്ല, ഇങ്ങനെയൊക്കെ പറിക്കാമല്ലേ. ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോൾ പിന്നെ മരുന്നൊന്നും അടിച്ചു കൊടുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പുകയില കഷായവും വെളുത്തുള്ളിയും എല്ലാം കൂടെ അടിച്ചു കൊടുക്കണമായിരുന്നു. സ്കൂളിൽ പോണ പിള്ളേരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം നട്ടുപിടിപ്പിക്കണം നല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് വിശപ്പൊന്നും ഇല്ലാണ്ടിരിക്കില്ലേ. അന്നേരം ഇതൊക്കെ ഒന്ന് തോരൻ വെച്ച് കൊടുത്താൽ വിശപ്പുണ്ടാവാനൊക്കെ നല്ല കേട്ടോ. ഇതിൻ്റെ പേര് തഴുതാമ കേട്ടോ. അപ്പം ഞാനിത് ഇപ്പോൾ പറിച്ചതെന്നാന്ന് വെച്ചാൽ തോരനുണ്ടാക്കാൻ പാകത്തിന് ഒത്തിരി ഇല്ല. അപ്പോൾ ഞാൻ ഈ മുട്ടയൊക്കെ പൊരിക്കുമ്പോഴേ അതിൽ ഇട്ടങ്ങ് കൊടുക്കും. അപ്പോൾ കഴിച്ചോളൂ കേട്ടോ. ഇതിൽ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. തോരനുണ്ടാക്കാനും അടിപൊളി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കറിയൊക്കെ വയ്ക്കുക. പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത പിള്ളേർ കഴിച്ചോളും കേട്ടോ.